നമസ്കാരം. PM ശ്രീയിലെ കേരളത്തിലെ ചർച്ചകൾ കേന്ദ്രം സസൂക്ഷ്മം വീക്ഷിക്കുന്നു. പദ്ധതിയിലെ ആദ്യ ഗണ്ടു വാങ്ങി പിന്മാറാനുള്ള കേരളത്തിന്റെ നീക്കം മാധ്യമങ്ങളിൽ ചർച്ചയാണ്. ഈ സാഹചര്യത്തിൽ ആദ്യ ഗണ്ടു നൽകുന്നതിലടക്കം കരുതലുകൾ എടുക്കും. CPIയുമായുള്ള CPMന്റെ ഉഭയകക്ഷി ബന്ധത്തിന്റെ പോക്കും കേന്ദ്രം നിരീക്ഷിക്കുന്നുണ്ട്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട ശേഷം കേന്ദ്ര നയം പാലിക്കാതിരുന്നാൽ അത് ഗൗരവത്തിൽ കേന്ദ്ര സർക്കാർ കാണും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേരളത്തിലെ രാഷ്ട്രീയം ഗൗരവത്തിൽ തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. കരാർ പാലിക്കാതിരുന്നാൽ പണം തിരികെ ഈടാക്കാൻ കേന്ദ്ര സർക്കാർ കടുത്ത നിലപാടുകൾ എടുക്കും. PM ശ്രീയിൽ ഒപ്പിടാത്തതിനാൽ സർവശിക്ഷ കേരളയുടെ ഫണ്ട് തടഞ്ഞതുപോലെ കരാർ പാലിക്കാതിരുന്നാൽ മറ്റു പദ്ധതികളിലെ പണം തടഞ്ഞു വെക്കാൻ കേന്ദ്രത്തിന് കഴിയും. വായ്പാ തുക അനുവദിക്കലിലടക്കം കേന്ദ്രം കടുത്ത തീരുമാനമെടുക്കും. കേരളത്തിന്റെ തുടരാവശ്യമൊന്നും പരിഗണിക്കുകയുമില്ല. കിഫ്ബി വായ്പകളിലടക്കം നിയന്ത്രണം കൊണ്ടുവരും. ഇത് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയെ പുതിയ തലത്തിലേക്ക് എത്തിക്കും. PM ശ്രീ പദ്ധതിയിൽ നിലപാട് കടുപ്പിച്ച് CPI രംഗത്തുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കില്ല. PM ശ്രീ പദ്ധതിയിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന് CPI തീരുമാനിച്ചു. പ്രശ്നപരിഹാരത്തിന് നേരിട്ടിറങ്ങില്ല. മുഖ്യമന്ത്രി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പിന്നാലെ CPI മന്ത്രിമാരുമായും ചർച്ച നടത്തി. പക്ഷേ ഫലമുണ്ടായില്ല. PM ശ്രീയിൽ നിന്നും പിന്മാറണമെന്നാണ് ആവശ്യം. PM ശ്രീ പദ്ധതിയിൽ പ്രതിഷേധം കടുപ്പിക്കാൻ CPIയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. പദ്ധതിക്കെതിരെ കഴിഞ്ഞ ദിവസം തെരുവിലിറങ്ങിയ AIYFഉം AISFഉം അടുത്ത ഘട്ടമായി ജില്ലാതല പ്രതിഷേധങ്ങൾക്ക് തുടക്കമിട്ടു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ പദ്ധതി പ്രതികൂലമായി ബാധിക്കുമെന്നും കാട്ടി തിരുവനന്തപുരത്ത് സെമിനാറും സ്കൂളുകളിൽ ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിക്കും. ഇടത് സഹയാത്രികരടക്കം പദ്ധതിയെ എതിർക്കുന്ന എല്ലാവരെയും സെമിനാറിൽ അണിനിരത്തും. PM ശ്രീ സംബന്ധിച്ച് CPI ചർച്ചകൾ സ്വാഗതാർഹമാണെങ്കിലും പദ്ധതിയിൽ നിന്ന് പിന്മാറുകയല്ലാതെ ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്ന് AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് AISF സംസ്ഥാന സെക്രട്ടറി A അനിൻ പറഞ്ഞു. PM ശ്രീയിൽ ആടിയുലങ്ങി നിൽക്കുന്ന LDF ഈ സാഹചര്യത്തിൽ എടുക്കുന്ന തീരുമാനം നിർണായകമാണ്. CPIയെ അനുനയിക്കാൻ തലസ്ഥാനത്ത് തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPIഎം ജനറൽ സെക്രട്ടറി MA ബേബിയും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തും. അതേസമയം സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ആദർശം പണയം വെക്കാനാകുമോ എന്നാണ് CPI മുഖപത്രമായ ജനയുഗത്തിലൂടെ ചോദിക്കുന്നത്. ഫണ്ട് നൽകില്ലെന്ന കേന്ദ്ര നിലപാടിനോട് പോരടിക്കുകയാണ് വേണ്ടതെന്നും അല്ലാതെ പദ്ധതി അനിവാര്യമെന്ന് പറയുന്നത് ഇടതുപക്ഷ നയങ്ങൾക്ക് വിരുദ്ധമാണെന്നും AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോന്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. രാഷ്ട്രീയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സ്കൂൾ പട്ടിക തയ്യാറാക്കലടക്കം PM ശ്രീയുടെ തുടർ നടപടികൾ നിർത്തിവച്ചിട്ടുണ്ട്. നിശബ്ദത പാലിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനും മന്ത്രിക്കും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ധാരണാപത്രം റദ്ദാക്കാതെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ലെന്ന് CPI മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു. ചർച്ചയിൽ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച എല്ലാ ഉപാധികളും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തള്ളിയിരുന്നു. PM ശ്രീ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് എന്ത് തീരുമാനമെടുക്കാമെന്ന് CPI ദേശീയ നേതൃത്വം നേരത്തെ അറിയിച്ചിരുന്നു. അതോടൊപ്പം ധാരണാപത്രം റദ്ദാക്കണമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി T രാജനും പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു.